ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഭാരതം. യൂറോപ്പിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പഠിച്ചു പോയിരുന്ന ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു കൾച്ചറാണ് ഇവിടെ. നളന്തയും മുതലൊക്കെയുള്ള സ്ഥലങ്ങളും അനേകം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതും താളിയോലകളും കല്ലുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എത്രയോ നഷ്ടപ്പെട്ടിരിക്കുന്നു, കത്തിപ്പോയിരിക്കുന്നു. നോളജ് ഈ പറഞ്ഞതൊന്നും പുരാണങ്ങളൊന്നുമല്ല, നോളജുകളാണ്. മെറ്റലർജി, മെറ്റീരിയൽ സയൻസ്, ആർക്കിടെക്ചർ, മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ഫിനാൻസ്, തർക്കശാസ്ത്രങ്ങൾ, ഇതിലൊക്കെ ഉള്ള നോളജ്, ട്രമൻഡസ് നോളജ് ഉണ്ടായിരുന്നൊരു സൊസൈറ്റിയാണ്. അതെല്ലാം സയൻറ്റിഫിക്കാണ്. അവിടെ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് വന്ന ഒരു ജനറേഷനെ പോലെയാണ്. മറ്റേത് നോളജ് ഉള്ളവരെല്ലാം സയൻറ്റിസ്റ്റുകളായിരുന്നു അക്കാലത്ത്. അവർ ഋഷിമാരായിരുന്നിരിക്കാം, അവർ ചിലപ്പോൾ സ്വാമിമാരായിരുന്നിരിക്കാം. കാരണം ചിന്തിക്കാനും അങ്ങനെ, കാരണം ഗൃഹസ്ഥാശ്രമികളായ ഒരു സമൂഹം ആളുകളുണ്ട്, കൃഷിക്കാരും ഒക്കെയാണ്. മറ്റൊരു സമൂഹം ചിന്തിക്കാനും ഇങ്ങനെ എഴുതുന്നവരും സാഹിത്യം ഇതൊക്കെയായിട്ട് നടക്കുന്ന വേറൊരു സമൂഹം. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബറൊക്കെ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയൊക്കെ പിന്നെ പല രീതിയിലൊക്കെ ഫോം ചെയ്തു വന്നു. പക്ഷേ അവരാണ് കൂടുതൽ എഴുതിക്കപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു കൾച്ചറലി ഡിഫറൻഷിയേറ്റഡ് ആണ് എന്നൊക്കെ. ഈ പറഞ്ഞത് ഡിഫറൻസിയേഷനൊക്കെ പിന്നീട് വന്നതാണ്. ആദ്യകാലത്ത് അങ്ങനെയാണ് ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഭാഷാ സ്വാധീനമുള്ളവർ, അന്ന് എഴുതപ്പെടുന്ന ലിറ്ററേച്ചർ ഇല്ലാത്തതുകൊണ്ട് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നത് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കവിതാ രൂപത്തിൽ എഴുതേണ്ട ആവശ്യമുണ്ട്. കവിത എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ടാലൻ്റ് ഉള്ളവർ അവർക്ക് എഴുതാൻ പറ്റും. വിവരം ഉണ്ടെങ്കിൽ വെച്ചും അത് പ്രിസർവ് ചെയ്യാനാവില്ല. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അവിടെ കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഡെമോക്രറ്റൈസ് ചെയ്തില്ല, എന്തുകൊണ്ട് എല്ലാവരെയും പഠിപ്പിച്ചിട്ടില്ല, എന്തുകൊണ്ട് മകനെ മാത്രം പഠിപ്പിച്ചു, എന്തുകൊണ്ട് സംസ്കൃതത്തിൽ എഴുതി, ഇതൊക്കെ ക്വസ്റ്റ്യനുകൾ വരുന്നത് അതുകൊണ്ടാണ്. കാരണം അതൊരു വേ ഓഫ് ലിവിങ് ആയിരുന്നു. ഇപ്പം ഞാൻ പറയാം, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില കുടുംബങ്ങളിൽ മാത്രമായിരുന്നു നോളജ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്, മറ്റൊരാൾക്കും കൊടുക്കില്ല. കാരണം കൊടുക്കാൻ പ്രയാസമാണ്. കാരണം പറഞ്ഞ് രാവിലെ മുതൽ ഇത് 10,000 പ്രാവശ്യം പറയുമ്പോഴാണ് ഇത് അടുത്ത ജനറേഷൻ പഠിക്കുന്നത്. അല്ലാതെ പുസ്തകമില്ല, കടലാസ് എഴുതി വയ്ക്കാനില്ല. എവിടെ എഴുതി വയ്ക്കും? തറയിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഈ ഒരു സമൂഹ അവസ്ഥയിലാണ് ഇതെല്ലാം ഉണ്ടായതും നിലനിന്നതും. അപ്പോൾ യാതൊരു സംശയമില്ല, കാലഘട്ടത്തിൽ ഇതിനുള്ള ടെക്നോളജിയും നോളജും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നൊരു സമൂഹമാണ്. പക്ഷെ അത് നശിച്ചു പോയി എന്നുള്ളതാണ്. ഫേസ് എങ്ങനെയാണ്, എപ്പോഴാണ് അത് നശിച്ചത്? കാരണം ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെസ്റ്റുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. സയന്റിഫിക് ഡെവലപ്മെന്റ്സും ഇൻവെൻഷൻസും എല്ലാം വെസ്റ്റിൽ നിന്നാണ് നമ്മളിലേക്ക് വരുന്നത്. അല്ല, വെസ്റ്റിൻ്റെ സയന്റിഫിക് ഡെവലപ്മെന്റുകളെ നമ്മൾ മോശമായി കാണേണ്ട യാതൊരു ആവശ്യമില്ല. വെസ്റ്റ് വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയായിരുന്നു. അത് പിന്നീട് കാലഘട്ടമാണ്. താങ്കൾക്ക് അറിയാമല്ലോ, എനിക്ക് തോന്നുന്നു യുറോപ്പിലും മധ്യേഷ്യയും തമ്മിലുള്ള ഒരു 1000 വർഷത്തോളം നടന്ന കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടം ഓർമ്മയുണ്ടോ? ഏത് വർഷമാണെന്നൊക്കെ അറിയാമല്ലോ. കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഡാർക്ക് ഏജ് ആണ്. യൂറോപ്പിൻ്റെ കാലഘട്ടത്തിൽ നോളജ് ഉണ്ടാകാത്ത വെറും മൃഗസമാനമായി ജീവിച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. അന്ന് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയും മധ്യേഷ്യ എന്നുള്ള ഇസ്ലാം തമ്മിൽ തുടർച്ചയായിട്ട് മക്കളെല്ലാം ഉണ്ടാക്കുന്നത് തന്നെ യുദ്ധത്തിന് വിടാൻ വേണ്ടിയാണ്. അവൻ വലുതായി കഴിയുമ്പോൾ അവന് വാളും പരിചയം കൊടുത്ത് പറഞ്ഞു വിടുകയാണ് അവൻ മരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി? വിശ്വാസം സംരക്ഷിക്കാനായിട്ട്. സയൻസ് ഗ്രോ ചെയ്തിരുന്നില്ല യൂറോപ്പിൽ, ഒരു കാരണവശത്തിൽ ഗ്രോ ചെയ്തിരുന്നില്ല. കാരണം സയൻറ്റിഫിക് തോട്ടിനെ അനുവദിച്ചിരുന്നില്ല മതങ്ങൾ. പുരോഗമന ആശയങ്ങളെ തിരസ്കരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഇതുണ്ടായത്. ഓക്കെ, പക്ഷേ വീണ്ടും ഇവിടെ നമ്മളും അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഈ ഇൻവേഷനുകൾ ഇങ്ങോട്ടും വന്നു തുടങ്ങി. ഈ ഒരു ഇൻവേഷൻ 2 സ്ഥലത്തും കോൺകർ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഈ 2 ഓർഗനൈസ്ഡ് റിലീജിയനുകൾ. ഈ ഓർഗനൈസ്ഡ് റിലീജിയനുകളുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ്, വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങൾ നമ്മളെ എല്ലാ തരത്തിലും അപകടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ അപകടം അന്ന് യൂറോപ്പ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വന്നപ്പോഴത്തേക്കും വളരെ ലേറ്റായി. അവിടെയാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും റിലീജിയസ് ലീഡർഷിപ്പിൻ്റെയും പ്രാധാന്യം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. എന്നാണ് റിലീജിയസ് ലീഡർഷിപ്പ് വീക്കായതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുകളിൽ വന്നതും അന്ന് യൂറോപ്പ് രക്ഷപ്പെട്ടു. അപ്പോൾ അത് തന്നെയാണ് ഏത് രാജ്യത്തിലും പ്രാധാന്യമുള്ളത്. ഒരു വലിയ പ്രാധാന്യം. അതിൽ നിന്നൊരു മെസ്സേജ് നമ്മൾ വേണ്ടത് എപ്പോഴും സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു രാജ്യത്തുണ്ടാവണം. ദേ ഷുഡ് ബി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എനി അതർ ഫോംസ് ഓഫ് ലീഡർഷിപ്പ്. ദേ കനോട്ട് അലോ വേറെ ഒരു തരത്തിലുള്ള ലീഡർഷിപ്പുകൾ അലോ ചെയ്യാൻ പറ്റില്ല രാജ്യം പുരോഗതി പ്രാപിക്കുന്നത്. അതായത് സമൂഹമോ കമ്മ്യൂണിറ്റിയോ എവിടെ പുരോഗതി പ്രാപിക്കണമെങ്കിലും. അങ്ങനെ ഉണ്ടായപ്പോഴാണ് യൂറോപ്പിൽ പുതിയ നോളജുകളുടെ വെളിച്ചം വന്നു തുടങ്ങിയത്. അതിവിടുന്ന് പല രീതിയിൽ അവിടെ എത്തി യൂറോപ്പിൽ. അന്ന് അറബികൾ, കാരണം ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും നോളജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്.
യാത്രക്കാർ ഇവിടെ വരുന്നുണ്ട്, ചൈനയിൽ നിന്ന് യാത്രക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് കപ്പലിൽ കൂടെ ആളുകൾ വരുന്നുണ്ട്, ഈ വിവരമൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അവിടെ പല പല യൂണിവേഴ്സിറ്റികളിലും ഈജിപ്തിലും മറ്റുമൊക്കെ അവിടെ സംഭരിക്കപ്പെടുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പബ്ലിക്കലി യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, സീക്രട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട്. കാരണം പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ തലവെട്ടിക്കളയും. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെളിച്ചം കാണുകയും ന്യൂട്ടൻ്റെ കാലഘട്ടത്തിൽ 1700-കളിൽ വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഹാസ് ചേഞ്ച്ഡ്. അവിടെ വാർ ഓഫ് ക്രോസ് പ്രാധാന്യമില്ലാതെയും പുരോഗതിയും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ പ്രാധാന്യം വരികയും ചെയ്യുമ്പോൾ പണമുള്ളവരും രാജാക്കന്മാരും മതമേധാവികളേക്കാൾ ഉയരത്തിൽ വരികയും ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റമാണ് യൂറോപ്പിനെ ഈ സയൻസിലേക്ക് കൊണ്ടുവന്നത്. ആ മാറ്റത്തിന് കാറ്റലിസ്റ്റായത് ഈ നോളജാണ്. ഇവിടെ നിന്നുണ്ടായ നോളജുകളുടെ ട്രാൻസ്ഫറും മറ്റും പലതും ഉണ്ടായിരുന്നിരിക്കും. മധ്യേഷ്യയിലും അവരുടേതായ നോളജുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ നോളജുകളുടെയും കളക്ട് ചെയ്യാനുള്ള ഈ യാത്രക്കാർ അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക, ലൈബ്രറികളും. അതിൽ നമുക്ക് പറയാം, കേരളത്തിൽ നിന്ന് മാധവ ഗ്രൂപ്പുകൾ ജെസ്യൂട്ട് ടൂറിസ്റ്റാണ് കൊണ്ടുപോയത് 1600-കളിൽ. നമുക്ക് അതിനുള്ള ക്രെഡിറ്റ് ഇപ്പം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. ഓൺലി നൗ ഇറ്റ് ഹാസ് ബീൻ റീനെയിംഡ് ആസ് മാധവ. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ചരിത്രം എപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും. അത് ഇന്നിപ്പോൾ ഇങ്ങനെ പറയും, നാളെ വേറെ ആർക്കാണോ അധികാരം, ആർക്കാണോ കമാൻഡ് ചെയ്യാനുള്ള കഴിവ്, അവർ ചരിത്രത്തെ അവരുടെ രീതിയിലാക്കി മാറ്റും. അതങ്ങനെയാണ്, ഒരു സ്വാഭാവികമാണ്. സാമൂഹ്യ ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. എന്നും വിജയിപ്പിക്കേണ്ടവരെ ചരിത്രം എഴുതുള്ളൂ, പരാജയപ്പെട്ടവരുടെ ചരിത്രം ആരും എഴുതൂല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഞാനത് തെറ്റായിട്ട് പറയുകയല്ല, പക്ഷെ അതങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും കാലം മാറുമ്പോൾ പുതിയ ചരിത്രങ്ങൾ എഴുതപ്പെടും. നമുക്ക് ചെയ്യാവുന്നത് ഡിസ്പാഷനായിട്ട് അതിനെ നോക്കി കാണാനേ പറ്റും. കാരണം ചരിത്രങ്ങൾ എപ്പോഴും മാറ്റമറിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കിന്ന് അതിൽ നിന്ന് പഠിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് മാത്രം നോക്കുക, അത്രേ ഉള്ളൂ. ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചോട്ടെ. എന്നെ സ്ഥിരമായി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് താങ്കളിപ്പം പറയാം, താങ്കളിപ്പോൾ സ്പേസ് സയൻറ്റിസ്റ്റ്, അതുകൊണ്ട് ചോദിക്കുക, എന്താണ് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്? കാരണം മനുഷ്യന്റെ ഒരു ഇമാജിനേഷനിൽ, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഇമാജിനേഷനിൽ, ഒരു റൂഫും ഒരു ബേസും ഉള്ള ഒരു കാര്യമേ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റും. അപ്പൊ അത്തരം ഒരു സമയത്ത് സ്പേസും ടൈമും ഒന്നും ഇല്ലാതെ അനന്തകോടി നക്ഷത്രങ്ങളിലെ അനന്തകോടി ഗോളങ്ങൾ എവിടെയോ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതലം, അതിന് മേളിലും ഇല്ല, താഴെയും ഇല്ല, റൈറ്റും ഇല്ല, ലെഫ്റ്റും ഇല്ല. എന്താണ് ഈ ഒരു കോൺസ്റ്റലേഷൻ? ഈ യൂണിവേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് എന്താണ് ഇത്? ഇസ് ഇറ്റ് സെന്റർഡ് ഓൺ സംതിങ്? ഇസ് ഇറ്റ് സ്റ്റാർട്ടിംഗ് സംവെയർ? എന്താണ്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. മെറ്റീരിയലിസവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്ന അവിടെയാണ്. നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരു ജന്തുവാണ്, ജീവിയാണ്. എസെൻഷ്യലി നമ്മളുടെ സെൻസറി പെർസെപ്ഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം അറിയുന്നത്. നമുക്ക് എന്തൊക്കെ സെൻസസ് ഉണ്ട്? കണ്ണ്, ചെവി, മൂക്ക്, വായ, പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിലൂടെ കിട്ടുന്ന ഇൻപുട്ടുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന വ്യൂ ഓഫ് ദ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ ഈ സെൻസേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് കുറച്ച് ഇമാജിനേഷൻ ഉണ്ടാക്കാം, ഇതേ ഉള്ളൂ. ഇന്നത്തെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻസറി പെർസെപ്ഷൻസ് അപ്പുറത്താണ്. ഇന്ന് മാത്തമാറ്റിക്കലി പ്രൂവൺ യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് തിയറി. സ്ട്രിങ് തിയറിയിൽ നോക്കിക്കഴിഞ്ഞാൽ 11 ഡയമെൻഷൻ സ്പേസിനെ കുറിച്ചിട്ടാണ് അതിനകത്ത് സംസാരിക്കുന്നത്. മനുഷ്യന് ആകെ അറിയാവുന്ന 2 ഡയമെൻഷൻ മാത്രമാണ്. 3ാമത്തെ ഡയമെൻഷൻ പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. 4ാമത്തെ ഡയമെൻഷൻ സമയത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് സമയം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലിമിറ്റഡ് കേപ്പബിലിറ്റിയുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്ന മനുഷ്യന് കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഫൂളിഷാണ്. കാരണം ഈ യൂണിവേഴ്സ് മാത്തമാറ്റിക്കൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുണ്ടാക്കിയ ഒരു മാത്തമാറ്റിക്സിൽ ഈ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നിയറസ്റ്റ് തിയറി എന്നുള്ളത് സ്ട്രിങ് തിയറിയാണ്. ആ സ്ട്രിങ് തിയറി പോലും കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഒരു 11 ഡയമെൻഷൻ മാട്രിക്സിനെ നിങ്ങൾക്ക് എഴുതിയിട്ട് അതിനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. 5th ഡയമെൻഷനുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ 11 ഡയമെൻഷൻ നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കാൻ പറ്റും? ഇപ്പോൾ ഈ കാണാവുന്ന യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ആവില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് മാത്രമാണ് ഈ ഇത്രയും ഡയമെൻഷനിലുള്ളത്. സോ ആക്ച്വലി യൂണിവേഴ്സ് മൈറ്റ് ഹാവ് ലോട്ട് ഓഫ് ഡയമെൻഷൻ. ഐ ഡോണ്ട് നോ. ബട്ട് മാത്തമാറ്റിക്കലി സ്ട്രിങ് തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ മാറ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഗ്രാവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ എക്സ്പ്ലെയിൻ പറ്റും, ഇവല്യൂഷൻ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പാർട്ടിക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, 4 ഫോഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനകത്ത് പറയുന്ന ആ തിയറി മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് പേപ്പറിലിരിക്കുകയുള്ളൂ.
അങ്ങനെയുള്ള ഒരു തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആരെങ്കിലും ഞാൻ യൂണിവേഴ്സിനെ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഇതായിരിക്കുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അട്ടർ ഫൂൾസ്. കാരണം കോംപ്ലക്സ് ഇതിനേക്കാളും നിങ്ങളുടെ സെൻസറി പെർസെപ്ഷൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സ് എന്ന് മാത്രം പറഞ്ഞാലേ പറ്റുള്ളൂ. അതൊക്കെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മൾട്ടിവേഴ്സിനെ കുറിച്ച് പറയാം, ഈ പറഞ്ഞ ഡിസ്റ്റൻസുകളെന്ന്, ഈ കാണുന്ന ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഗാലക്സിയിൽ നിന്ന് മറ്റൊരു ഗാലക്സിയിലേക്കുള്ള ദൂരം എത്ര ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്? ആലോചിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യ മനസ്സിൽ ആ ദൂരത്തെ ഫിസിക്കലായിട്ട് സങ്കല്പിക്കാൻ പോലും നമ്മളെ കൊണ്ടാവില്ല. ഒന്നും വേണ്ട, ഈ മിൽക്കി വേ ഗാലക്സിയുടെ ഡയമീറ്റർ പോലും ചിന്തിക്കാനാവില്ല. ഒരു പടം ഇങ്ങനെ വരച്ചു വെച്ചിട്ട് ഇതാണ് 10 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരം എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിക്കാമെന്നല്ലാതെ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ നമുക്കുണ്ടാവില്ല ആ ദൂരത്തെ. ഓക്കെ, അങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് യൂണിവേഴ്സിൽ. അത് തന്നെയാണ് നിങ്ങളുടെ ആറ്റം സ്ട്രക്ചർ, ന്യൂക്ലിയസ്, അതിനുള്ളിലുള്ള സംഭവിക്കുന്ന ഈ വിരുദ്ധമായിട്ടിരിക്കുന്ന പ്രോട്ടോണുകളും എല്ലാം ഒരുമിച്ച് വന്ന ന്യൂട്രോണിനൊപ്പം അവിടെ ഒരുമിച്ചിരിക്കുന്നത്. എത്രയോ ശക്തമായ ബലത്തിൻ്റെ ഉള്ളിലാണ് അത് അവിടെ ഇരിക്കുന്നത്. അതിനെ ചുറ്റി എത്രയോ ദൂരത്തിലുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ അനന്തമായ ഗ്യാപ്പ്, ഈ പറഞ്ഞ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആ ദൂരത്തിനിടയ്ക്കുള്ള ദൂരം, അത് ഈ അനന്ത ദൂരങ്ങളെ പോലെ തന്നെയുള്ള ദൂരങ്ങളാണ്. പക്ഷെ അത് ഇത്രയും ചെറുതായിട്ട് ഇവിടെ ഇരിക്കുന്നു. എങ്ങനെ അത് കൺസീവ് ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ മനസ്സിന്? ഇതൊക്കെ പറഞ്ഞു കേട്ട് നമുക്ക് സന്തോഷിക്കാന്നല്ലാതെ എന്തെങ്കിലും പറ്റുമോ അത് കുറെ കൂടെ ഒക്കെ അഡ്വാൻസ് ആകാൻ? അല്ല, ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ചോദ്യം അതാണ്, താങ്കൾ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യൂണിവേഴ്സ് സാധ്യമല്ല. ഇമാജിനേഷൻ എന്നല്ല വാക്ക് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി പെർസീവ് ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഒരു വെയിറ്റ് കൂടിയ കല്ല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഭാരം കൂടിയ കല്ല്, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നാൽ ഭൂമിയുടെ ഭാരം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഇസ് ബിയോണ്ട് യുവർ കേപ്പബിലിറ്റി ടു എക്സ്പീരിയൻസ്. അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്ര ടൺ ഭാരമുണ്ട് ഭൂമിക്ക്. ഓക്കെ, നിങ്ങൾ ടണ്ണിനെ കുറിച്ചൊരു ബോധം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ബോധം ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ സാധനങ്ങളും. അപ്പോൾ അറിവ് പെടുമ്പോഴത്തോളം ആ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിച്ചു വരുമെന്നും അങ്ങനെ ഒരു നിമിഷത്തിൽ ഈ ഫുള്ളിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടാകുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഇനി ഇവല്യൂഷൻ്റെ പാർട്ടാണ്. നമ്മൾ ഇവോൾവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 10,000 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് ആ കഴിവ് വരും. ഈ ഡയമെൻഷനുകളെ കാണാനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടാകും. കാരണം അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് ഒരു ദിവസം ദൈവമാകുന്നൊരു അവസരം ഉണ്ടാകുമെന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവോൾവ് ചെയ്യണം. ഒരു ലിവിങ് ഫോം എന്ന നിലയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിയായിട്ട് മാറും. അന്ന് മനസ്സിലാവും, ഇന്ന് മനസ്സിലാവില്ല.